നമസ്കാരം. ഗൾഫിലെ US വ്യോമതാവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഖത്തർ ലക്ഷ്യമാക്കി മിസൈലുകളെത്തി. മിസൈലുകൾ തകർത്തുവെന്ന് ഖത്തർ അവകാശപ്പെട്ടു. പ്രദേശത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിന്ന് എല്ലാവരും അകന്നു നിൽക്കണമെന്നും വീട്ടിലോ മറ്റെവിടെയെങ്കിലുമോ അകത്തു തന്നെ തുടരണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യത ഒഴിവാക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒഴികെ പുറത്തു പോകുകയോ ചുറ്റിക്കറങ്ങുകയോ ചെയ്യരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. അതേസമയം ഖത്തറിലെ സ്ഥിതി സുരക്ഷിതമാണെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുസുരക്ഷയും പൗരന്മാരുടെയും താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷയും ഉറപ്പാക്കാൻ സംയോജിത ഫീൽഡ് ഓപ്പറേറ്ററി സിസ്റ്റം 24 മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. രാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. സംഭവത്തിൽ നാശനഷ്ടങ്ങളില്ലെന്നും ഖത്തർ മന്ത്രാലയം അറിയിച്ചു. ജനവാസ മേഖലകളിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല. പൗരന്മാരുടെയും താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടാൽ അടുത്തേക്ക് പോകരുത്. സ്പർശിക്കാനോ നീക്കം ചെയ്യാനോ ശ്രമിക്കരുത്. ഇത്തരം വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ജൂണിലും ഇറാനിലെ ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചിരുന്നു. ഇതിന് ഇറാൻ തിരിച്ചടി നൽകിയത് ഖത്തറിലെ US താവളത്തിലായിരുന്നു. അതേസമയം പ്രാദേശിക സാഹചര്യങ്ങളെ തുടർന്ന് ഖത്തർ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസ് താൽക്കാലികമായി സർവീസ് നിർത്തുകയും ചെയ്തു. നേരത്തെ തന്നെ ഖത്തറിലെ തങ്ങളുടെ പ്രധാന വ്യോമതാവളമായ അൽ ഉദൈദിൽ നിന്നും അമേരിക്ക ഭാഗികമായി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചിരുന്നു. ഇറാൻ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചത്. മേഖലയിലെ ഏറ്റവും വലിയ US സൈനിക താവളങ്ങളിൽ ഒന്നുകൂടിയാണ് അൽ ഉദൈദ്. അതേസമയം പശ്ചിമേഷ്യയിലെ ഇസ്രയേലിന്റെയും USന്റെയും കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. വരാനിരിക്കുന്നതിന് തയ്യാറെടുക്കൂ എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. പശ്ചിമേഷ്യയിൽ എല്ലാ US ഇസ്രായേൽ താൽപ്പര്യങ്ങളും ലക്ഷ്യമാണ്. ഇനി നിയന്ത്രണങ്ങളൊന്നുമില്ല. മുൻപ് പരിഗണിക്കാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ സൂചന നൽകി. ഇസ്രായേലും USും ഒന്നിച്ചുള്ള ആക്രമണത്തിൽ ഞെട്ടലില്ലെന്നും ഈ സംഘർഷത്തിന് ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ മേഖലയിലാകെ അപകടകരമായ ഒരു തുടർ പ്രതികരണത്തിന് കാരണമാകുമെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് മേധാവി മുന്നറിയിപ്പ് നൽകി. ICRC പ്രസിഡന്റ് മിർജാന സ്പോൾജാരിക് പറഞ്ഞത്, യുദ്ധ നിയമങ്ങൾ പാലിക്കാൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും കൂടുതൽ മരണവും നാശവും ഒഴിവാക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സൈനിക വർധനവ് മേഖലയിലുടനീളം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് സാധാരണ ജനങ്ങൾക്ക് വിനാശകരമായ ഫലങ്ങൾ നൽകും, അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധ നിയമങ്ങൾ പാലിക്കുക എന്നത് ഒരു ബാധ്യതയാണ്, അതൊരു തിരഞ്ഞെടുപ്പല്ല. അന്താരാഷ്ട്ര സായുധ സംഘടനകളിൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രികൾ, വീടുകൾ, സ്കൂളുകൾ തുടങ്ങിയ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും രക്ഷാപ്രവർത്തകരെയും സുരക്ഷിതമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും സ്പോൾജാരിക് കൂട്ടിച്ചേർത്തു. അതേസമയം അന്താരാഷ്ട്ര വിമാനയാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം വ്യോമതാവള അധികൃതർ. വ്യോമപാത താൽക്കാലികമായി അടച്ചിടുന്നതുകൊണ്ടും ഒന്നിലധികം അന്താരാഷ്ട്ര വ്യോമാതിർത്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ചില അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകാനോ വഴി തിരിച്ചുവിടാനോ ഇടയുണ്ട്. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് യാത്രക്കാർ അതത് എയർലൈനുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് അതിനനുസരിച്ച് യാത്ര ആസൂത്രണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. ആക്രമണങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി കേരളം ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി നോർക്കയ്ക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത്. അതേസമയം ഇറാനുമായും അവരുമായി ബന്ധമുള്ള രാജ്യങ്ങളിലെയും വ്യോമാതിർത്തിയിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സ്ഥിതിഗതികൾ വഷളായാൽ പ്രവർത്തനത്തിലെ മാറ്റത്തെക്കുറിച്ച് അറിയിക്കാമെന്ന് ഇൻഡിഗോ എയർലൈൻസും അറിയിച്ചു.